ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 9-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1299 മേടമാസം 26-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 19-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:08 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി വ്യാഴാഴ്ച രാവിലെ 6:21 വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം ദ്വിതീയ തിഥിയാണ് ആരംഭിക്കുക. അതുപോലെ തന്നെ നാളത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത്. കാർത്തിക നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയോടടുത്ത സമയം 11:56 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. വ്യാഴാഴ്ച ഉച്ചയോടടുത്ത സമയം 11:56 കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ് വന്നു ചേരുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. കുറച്ച് ദിവസത്തേക്ക് ഉച്ചയോടടുക്കുന്ന സമയത്ത് നക്ഷത്രങ്ങൾ അവസാനിക്കുകയും ഒരു നക്ഷത്രം അവസാനിക്കുകയും മറ്റൊരു നക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നട്ടുച്ച എന്ന് പറഞ്ഞാൽ 12 മണിയാണ്. അപ്പോൾ ആ നട്ടുച്ചയോട് അടുത്ത സമയം 11:56 വരെ കാർത്തിക നക്ഷത്രവും പിന്നീട് രോഹിണി നക്ഷത്രവുമാണ് വന്നു ചേരുക. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. കാർത്തിക നക്ഷത്രം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം, ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു പാദം മേടക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ ഇടവക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച സന്ധ്യ കഴിഞ്ഞുള്ള 7:35 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, അതായത് 2024 മെയ് മാസം 8-ാം തീയതി ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 1:35 മുതൽ സന്ധ്യ കഴിഞ്ഞുള്ള 7:35 വരെ ജനിക്കുന്ന കുട്ടികൾ മേടക്കൂറിൽപ്പെട്ട കാർത്തികക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച സന്ധ്യ കഴിഞ്ഞുള്ള 7:35 ശേഷം ജനിക്കുന്ന കുട്ടികൾ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അത് ബോധ്യമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, മൃഗം ആടാണ്. ഇവരുടെ ജനനം സൂര്യദശയിലാണ്. അപ്പോൾ എല്ലാ കാർത്തിക നക്ഷത്ര ജാതകരും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ദശാകാലം എന്ന് പറയുന്നത് സൂര്യദശാകാലമാണ്. സൂര്യദശാകാലം 6 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും 6 വർഷം വന്നു ചേരണമെന്നില്ല, വ്യത്യസ്തമായ കാലയളവിലായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു കുട്ടിക്ക് 4 വർഷം കിട്ടിയാൽ 4 വയസ്സ് വരെ സൂര്യദശാകാലമായിരിക്കും. സൂര്യദശാകാലം കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശാകാലമാണ്, 10 വർഷമുണ്ട്. അങ്ങനെ 14 വയസ്സായി. പിന്നീട് 18 വർഷം രാഹുവിൻ്റെ ദശാകാലമാണ്. 14 18 32 16 വർഷം വ്യാഴദശാകാലം, 32 6 38 10 48. പിന്നീട് 19 വർഷം ശനി ദശാകാലം 67. പിന്നീട് 17 വർഷം ബുധദശാകാലം 84. 84 കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതു ദശാകാലമാണ്. 84 7 91. പിന്നെ 20 വർഷം വന്നു ചേരുന്നത് ശുക്രദശാകാലം. അങ്ങനെ 91 20 91 101 111. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് നല്ല ആരോഗ്യമുള്ളവരാണ്, ശക്തിയുള്ളവരാണ്, ആവശ്യമുള്ളവരാണ്. അങ്ങനെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് നല്ല ഉത്സാഹത്തോടു കൂടി നിൽക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്.
ഏത് രംഗത്തും അവർ പിടിച്ചു മുന്നേറുവാൻ ശ്രമിക്കുന്നവരാണെന്ന് പറയുന്നു. സ്വന്തം കാര്യങ്ങൾ, സ്വന്തം സുഖസൗകര്യങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ട് അപ്രകാരം ജീവിക്കുവാൻ താല്പര്യമുള്ളവരാണെന്നൊക്കെ പറയുന്നു. എളുപ്പത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കുവാൻ കഴിയുന്നവരാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതക്കാരാണ് കാർത്തിക നക്ഷത്ര ജാതകരെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവരുടെ അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പെട്ടെന്ന് ശോഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവക്കാരാണ്. ജനമധ്യത്തിൽ ഇവർ കൂടുതൽ സ്വാധീനം നേടുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. കാർത്തിക നക്ഷത്ര സ്ത്രീകൾ കോപം കൂടിയവരാണ്. ജീവിതത്തിൽ പലവിധമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നു. കുടുംബജീവിത സൗഭാഗ്യക്കുറവ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ജനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഈ അനുഭവത്തിലൊക്കെ മാറ്റം വരാം. നല്ല രീതിയിലും നല്ല സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങളോടുകൂടി ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. കാർത്തിക നക്ഷത്ര ജാതകർ പുണർദം, ആയില്യം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യങ്ങളും ചെയ്യരുതെന്നും ജ്യോതിഷം വിലക്കർപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പുണർദം, ആയില്യം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുക. അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നക്ഷത്ര ദിവസം തിരഞ്ഞെടുക്കരുത്. പുണർദം, ആയില്യം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ നക്ഷത്ര ദിവസങ്ങൾ തിരഞ്ഞെടുക്കരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്ര ജാതകരോട് പറയാനുള്ളത്. കാർത്തിക നക്ഷത്ര ജാതകർ സൂര്യ നമസ്കാരം ചെയ്താൽ വളരെ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവരുടെ ജീവിതത്തിൽ എന്നും സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കുക, അവിടെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്രത്തിൻ്റെ ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നി ആയതുകൊണ്ട് ഓം അഗ്നയേ നമഃ എന്നുള്ള മന്ത്രം നിത്യം ജപിച്ചാൽ അതും നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാർത്തിക നക്ഷത്രവും ഞായറാഴ്ച ദിവസവും ചേരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:56 വരെ കാർത്തിക നക്ഷത്ര സമയമാണ്. അപ്പോൾ ഈ സമയം ആർക്കൊക്കെ അനുകൂലമാണെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 1:35 മുതൽ വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:56 വരെയുള്ള സമയം വരെ കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രപ്രകാരം അനുകൂലമായി വരുന്ന നാളുകാർ, അതായത് ഭരണി, ഉത്രാടം, തിരുവോണം, രേവതി, പൂരുട്ടാതി, പൂരം, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ, അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 1:35 മുതൽ വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:56 വരെ ഭരണി, ഉത്രാടം, തിരുവോണം, രേവതി, പൂരുട്ടാതി, പൂരം, ഉത്രം എന്നീ നാളുകാർക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരും. അപ്പോൾ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചതയം, ഉത്രട്ടാതി, അശ്വതി, ചിത്തിര, ചോതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഇനിയും ഈ വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:56 കഴിഞ്ഞ് പകലുണ്ടല്ലോ. അപ്പോൾ ആ പകൽ സമയം ആർക്കൊക്കെയാണ് അനുകൂലമായി വരുന്നത്? അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:56 രോഹിണി നക്ഷത്രം ആരംഭിക്കുകയാണ്. ആ രോഹിണി നക്ഷത്രപ്രകാരം തിരുവോണം, അവിട്ടം, അശ്വതി, ഉത്രട്ടാതി, കാർത്തിക, ഉത്രം, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:56 കഴിഞ്ഞാൽ പിന്നെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് തിരുവോണം, അവിട്ടം, അശ്വതി, ഉത്രട്ടാതി, കാർത്തിക, ഉത്രം, അത്തം എന്നീ നാളുകാർക്കാണ്. രോഹിണി നക്ഷത്രപ്രകാരമാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:56 കഴിഞ്ഞ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചോതി, വിശാഖം, ഭരണി, രേവതി, പൂരുട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും പ്രത്യേകം അറിഞ്ഞുകൊള്ളുക.
ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. വ്യാഴാഴ്ച ഉച്ചയുടെ അടുത്ത സമയം 11:56 കഴിഞ്ഞ് വന്നു ചേരുക. രോഹിണി നക്ഷത്ര പ്രകാരം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും മറ്റുള്ള നാളുകാർക്കൊക്കെ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞു. പ്രിയപ്പെട്ടവർ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരു ദിവസം 2 നക്ഷത്രം വരുന്നു. പകൽ സമയത്ത് ഉച്ചവരെ ഒരു നക്ഷത്രം. അപ്പോൾ അവർക്ക് ഉച്ചവരെ നല്ല അനുഭവങ്ങളാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. കാരണം അനുഭവങ്ങൾ വന്നു ചേരുന്നത് നക്ഷത്രത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സ്ഥിതി വെച്ചാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറഞ്ഞു തന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയമാണ് എടുത്തു പറഞ്ഞു തരുന്നത്. രാവിലെ 6:08 മുതൽ വ്യാഴാഴ്ച ദിവസം രാവിലെ 6:08 മുതൽ 9:08 വരെ ശുഭസമയമാണ്. അതിനുശേഷം 10:38 മുതൽ ഉച്ച കഴിഞ്ഞ് 1:38 വരെ ശുഭസമയമാണ്. അപ്പോൾ ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടാൻ വേണ്ടി ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രപ്രകാരം നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി 9 ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം ഉത്തമമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അവരുടെ അത്യുത്തമമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കടും ചുവപ്പ്, നീല, കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കടും ചുവപ്പ്, നീല, കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളെ ഈ അനുകൂലമായിട്ടുള്ളവർക്ക്, അതായത് ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം വന്നു ചേരും. അപ്പോൾ പ്രതികൂലമായിട്ടുള്ളവരും ഇത് തന്നെ ചെയ്യുക. കടും ചുവപ്പ്, നീല, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവർക്കും കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ പേരിൽ AIJQY എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള കാര്യമാണെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ആമുഖമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിത്യവും പ്രിയപ്പെട്ടവർക്കായിട്ട് നൽകുന്ന ഒരറിവാണ് ഈ ജ്യോതിഷപരമായിട്ടുള്ള ഈ വീഡിയോ. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണുക, മനസ്സിലാക്കുക, അംഗീകരിക്കുക. അതുകൊണ്ട് നാളെക്കുറിച്ചുള്ള ഒരറിവ് സമ്പാദിച്ച് ജീവിക്കുക. അറിവാണ് മനുഷ്യനെ ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും നയിക്കുന്നത്. അറിവില്ലാത്ത ലോകത്തിൽ കൂടി അവർ ജീവിക്കും. അപ്പോൾ അറിവുണ്ടെങ്കിലേ നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലതിനെക്കുറിച്ചും ചീത്തയെക്കുറിച്ചും നമ്മൾക്ക് ഒരറിവുണ്ടാകുന്നത് നല്ലതാണ്. അപ്രകാരം ഈ ജ്യോതിഷത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ഗ്രഹിക്കുക, മുമ്പോട്ട് പോകുക. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക്, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഒക്കെ ഇത് പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, അതിനെ വിലയിരുത്തുക, മനസ്സിലാക്കുക. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അല്പം കുറവായിരിക്കുന്നൊരു ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും പിതാവ് മുഖേനയുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ ഗുണമുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ വന്നു ചേരുന്ന ധനം നാളെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകിരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. അന്യരാൽ ഈ നാളുകാർ മാനിക്കപ്പെടുന്ന ദിവസമാണ്. അത് പ്രത്യേകിച്ച് തൊഴിൽ ഗുണത്തിൽ കൂടി തൊഴിൽപരമായി ഇവർ മാനിക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഇവർക്ക് നാളെ ധനനേട്ടമുണ്ട്. അതുപോലെ തന്നെ നല്ല ആരോഗ്യസ്ഥിതിയാണ്. ആഭരണങ്ങൾ വാങ്ങിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നൊരു ദിവസമാണ്. ആൺമക്കളാൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രശസ്തി വന്നു ചേരുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഒരല്പം കുറഞ്ഞാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായാലും കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല, ധനസ്ഥിതി അത്ര മെച്ചമല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. തൊഴിൽപരമായും വലിയ നേട്ടമുള്ള ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം തൃപ്തികരമായ ഒരു ദിവസമല്ല.
മാതാവ് മുഖേന നഷ്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ പിതാവ് മുഖേനയുള്ള നേട്ടങ്ങളും സൗഭാഗ്യകരമായ അനുഭവങ്ങളും ഒക്കെ നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം 4 പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, അതുപോലെ തന്നെ തൊഴിൽ ഗുണമുണ്ട്, തൊഴിൽപരമായ നേട്ടമുണ്ട്, ബുദ്ധിശക്തി വർദ്ധിക്കുന്നൊരു ദിവസം, ശാസ്ത്രജ്ഞാനം വർദ്ധിക്കുന്നൊരു ദിവസം, കൃഷികാര്യങ്ങളിൽ കൂടി നേട്ടമുണ്ടാകുന്ന ദിവസം, തൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്ന ഔദാര്യ മനസ്സോടുകൂടി പെരുമാറുന്നൊരു ദിവസം, അനേക വിധത്തിൽ ധനലാഭം ഉണ്ടാകുന്നൊരു ദിവസം. നാളത്തെ ദിവസം എന്ന് പറയുന്നത് കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം 4 പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുന്ന ദിവസം, ഭാഗ്യം നേട്ടമായി വന്നു ചേരുന്നൊരു ദിവസം. അങ്ങനെ നാളത്തെ ദിവസം നേട്ടങ്ങളുടെ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എല്ലാ വിധത്തിലും മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇവർക്ക് സൗഭാഗ്യകരമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം 4 നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. ധനസ്ഥിതി അനുകൂലമാണ്, കുടുംബസുഖം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ പുതിയ വീടിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. പലരും പുതിയ വീടിന് ആരംഭം കുറിക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. തൊഴിൽപരമായി പുരോഗതി ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സ്വന്തം ജനങ്ങളിൽ സ്വന്തക്കാരിൽ വെച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്ന ദിവസമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നൊരു ദിവസമാണ്. ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസം. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചമാണ്, പിതാവിൻ്റെ സ്ഥിതി മെച്ചമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ ഒക്കെ വന്നു ചേർന്നാലും നഷ്ടത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ധനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടസാധ്യത ഉണ്ടെന്നുള്ള ഒരു ബോധത്തോടു കൂടി വേണം നാളത്തെ ദിവസം ധനം കൈകാര്യം ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര തൃപ്തികരമല്ലെങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് ദൈവാധീനമുണ്ടെങ്കിൽ ഭാഗ്യ പെരുമഴ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പെരുമഴ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഈശ്വരാനുഗ്രഹം വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നാളത്തെ ദിവസം ഇവർക്ക് ധനം, കുടുംബം എന്നിവയുടെ സ്ഥിതി അത്ര തൃപ്തികരമായ അവസ്ഥയിലല്ല, ശത്രുതയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എങ്കിൽ പോലും നാളത്തെ ദിവസം 4-ാം ഭാവത്തിൻ്റെ അധിപൻ, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുടെ അധിപനായ വ്യാഴം, ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ 7-ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം, ഇവരുടെ ലാഭഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനുമായിട്ട് ചേർന്ന് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഭാഗ്യ പെരുമഴ ഉണ്ടാകേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അവിടെ തടസ്സമായി നിൽക്കുന്നത് ഈ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ശത്രുതയിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ചാൽ, ഈശ്വരാധീനമുണ്ടെങ്കിൽ, ദൈവാധീനമുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഭാഗ്യം കൊണ്ട് ഈ നാളുകാരുടെ ജീവിതം മാറി മറിയുന്നൊരു ദിവസമാണ്. അതാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ പ്രാർത്ഥിക്കുക, ശത്രുതയെല്ലാം നീങ്ങിപ്പോകട്ടെ. അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥന ആവശ്യമായ ഒരു സാഹചര്യമാണ്. പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ നാളുകാർ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന പലവിധമായ പ്രതിസന്ധികളിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുവാൻ ഉള്ള ഒരു അവസരമാണ്. പക്ഷെങ്കിൽ അവിടെ ശത്രുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര പേർക്ക് ഈ ഭാഗ്യാനുഭവം വന്നു ചേരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ കനിഞ്ഞാൽ നാളത്തെ ഒരു ദിവസം കൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയിലുള്ള നേട്ടം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഭാഗ്യം കൊണ്ട്. അതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. ഇനിയും തുലാക്കുറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർക്ക് വിദേശത്തുള്ളവർക്ക് അവർക്ക് വിദേശത്ത് നിന്നും സ്വന്തം നാട്ടിലേക്ക് വരുവാനായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രതികൂലമായ ഒരു സമയമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് മക്കളെ കൊണ്ടുള്ള ഗുണങ്ങൾ കുറവായിരിക്കുന്നൊരു സമയമാണ്. ധനഹാനി, മനോദുഃഖം എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്.
അപ്പോൾ എങ്കിലും നാളത്തെ ദിവസം തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രതികൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല്, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർ ഈ കുറേ നാളുകളായി 1 വർഷത്തോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ നാളത്തെ ഒരു ദിവസം മതി അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. അത്രയ്ക്ക് നല്ല ഒരു ഗ്രഹസ്ഥിതിയാണ് നാളത്തെ ദിവസം ഉള്ളത്. നാളത്തെ ദിവസം അവരുടെ 7ാം ഭാവത്തിൽ, വൃശ്ചികക്കൂറിൻ്റെ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. വ്യാഴം ഇവരുടെ ധനഭാവത്തിൻ്റെ അധിപനാണ്, കുടുംബഭാവത്തിൻ്റെ അധിപനാണ്. ഇവരുടെ മക്കളെ കൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു അനുഭവം വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നാളത്തെ ഒരു ദിവസം മതി ഇവരുടെ ജീവിതം മാറിമറിയുവാൻ. കഴിഞ്ഞ 1 വർഷമായിട്ട് വ്യാഴം ഇവരുടെ 6ാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചത് മൂലം ഇവർക്ക് രോഗം, ദുഃഖം, കടം, പ്രയാസം, പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഇവർക്കൊരു മാറ്റം വരുവാൻ നാളത്തെ ഒറ്റ ദിവസം മതി. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നാളെ ഇവരുടെ 7ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിലാണ് വ്യാഴമെന്ന ശുഭഗ്രഹവും അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിൽ അധിപനും ചേർന്ന് നിൽക്കുന്നത്. ഭാഗ്യം തുണച്ചാൽ നാളെ രക്ഷപ്പെടാം. പക്ഷെങ്കിൽ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ അല്പം ശത്രുതയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കണമെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടായാൽ നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വിശ്വസിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. ധനനേട്ടം പ്രതീക്ഷിക്കാം, കുടുംബസുഖം പ്രതീക്ഷിക്കാം, ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും, തൊഴിൽപരമായി നേട്ടം പ്രതീക്ഷിക്കാം. നാളത്തെ ദിവസം ശത്രുക്കളെ ജയിക്കുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലർക്കൊക്കെ രോഗം, ദുരിതം, പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ധനപരമായ നേട്ടം, അവർക്ക് നാളത്തെ ദിവസം സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, സുഖവും സമ്പത്തും വർദ്ധിക്കുന്ന അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും. അത് ജനിച്ച സമയത്തെ പ്രത്യേകത കൊണ്ടാണ്. അല്ലാത്തവർക്ക് നാളത്തെ ദിവസം രോഗം, ദുരിതം, പ്രയാസം, കഷ്ടത എന്നിവയൊക്കെ വന്നു ചേരാനും മാതാവിന് രോഗദുരിതങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ നല്ല ദാമ്പത്യ സുഖം അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അതുപോലെ തന്നെ നല്ല പുത്രഗുണം ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. മനഃശുദ്ധിയുള്ള ദിവസമാണ്. മറ്റുള്ളവരോട് ഔദാര്യപൂർവ്വം പെരുമാറുന്നൊരു ദിവസമാണ്. അങ്ങനെ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ, തൊഴിൽ ഗുണം ഉൾപ്പെടെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. അതുപോലെ തന്നെ ധനം, കുടുംബം എന്നിവയുടെ സ്ഥിതിയും അത്ര മെച്ചമല്ല. തൊഴിൽപരമായ സ്ഥിതി അത്ര മെച്ചമല്ല. പക്ഷെങ്കിൽ നാളത്തെ ദിവസം മാതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അത് മാതാവിൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. എല്ലാവരും ബഹുമാനിക്കുന്നൊരു ദിവസമാണ്. പുതിയ വീടിനെക്കുറിച്ച് ആലോചിക്കുന്നൊരു ദിവസമാണ്. ചിലരൊക്കെ നാളത്തെ ദിവസം പുതിയ വീട് സ്വന്തമാക്കുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിനെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. മാതാവിനെ കൊണ്ട് അതിലും നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതാവും പിതാവും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. എങ്കിലും ദാമ്പത്യ ജീവിത സുഖം നിലനിൽക്കുന്നൊരു സമയം കൂടിയാണ് അവർക്ക്. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി ഒറ്റയ്ക്ക് പറഞ്ഞാൽ അത്ര മെച്ചമല്ല. പക്ഷെങ്കിൽ മാതാവ് മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനത്തെ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് ഭൂമി, വസ്തു, വീട്, വാഹനം എന്നിവ സംബന്ധിച്ചായിരിക്കും ആ നേട്ടം വന്നു ചേരുക. അങ്ങനെ സമ്പത്ത് വർദ്ധിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖം കുറവാണ്, ധനസ്ഥിതി മെച്ചമല്ല, തൊഴിൽപരമായ നേട്ടം അവർക്ക് കാര്യമായി വന്നു ചേരണമെന്നില്ല, അലസത, കാര്യപ്രാപ്തി കുറവൊക്കെ അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. എന്നാൽ നാളത്തെ ദിവസം ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ മാതാവ് മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ സ്വന്തം ബുദ്ധിയും സ്വന്തം പ്രയത്നവും കൊണ്ട് അവർക്ക് ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ കഴിയുന്നൊരു ദിവസമാണ്. സ്ഥിര ജോലിയും സ്ഥിര വരുമാനവും ഇല്ലാത്തവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കാര്യപ്രാപ്തിക്കുറവ്, അലസത, ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകളുള്ളവർ അവർക്ക് നാളത്തെ ദിവസം ചന്ദ്രനെ കൊണ്ട്, മാതാവിനെ കൊണ്ട്, അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ കൊണ്ട് നാളത്തെ ദിവസം അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട്, ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വിജയം കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസവും മഹാദേവൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞാൻ നിത്യവും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറിക്കിട്ടുവാൻ, രോഗം മാറിക്കിട്ടുവാൻ, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ, മക്കളുടെ വിവാഹം നടക്കുവാൻ, നല്ല ജോലി ലഭിക്കുവാൻ, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്, മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാദേവൻ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. മഹാദേവൻ അനുഗ്രഹിക്കും. വിശ്വസിക്കുക. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുക. ആ മന്ത്രമാണ് നമ്മുടെ ശക്തി. മഹാദേവനാണ് നമ്മുടെ ശക്തി. ആ മഹാദേവൻ തന്നെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. നമ്മുടെ നാളെ മഹാദേവൻ നല്ല അഭിവൃദ്ധിയുള്ള ഒരു നല്ല നാളെയാക്കി മാറ്റിത്തരും. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.